കഴിഞ്ഞ ദിവസം അടിമാലിയിൽ വെച്ചിട്ട് റോഷി അഗസ്റ്റിൻ മൈക്ക് തട്ടിപ്പറിച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അതായത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് തന്നെ റോഷി അഗസ്റ്റിൻ ഒരു പ്രഖ്യാപനം നടത്തി. അപ്പൊ അതിന് വിശദീകരണവുമായിട്ട് ജോസ് കെ മാണി വന്നു. അതായത് അത് ഒരു സഹോദര തുല്യനായ ബന്ധമാണ് റോഷി അഗസ്റ്റിനുമായിട്ടുള്ളത്. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടാണ് റോഷി അഗസ്റ്റിൻ അത് പറഞ്ഞത്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. അതായത് പാർട്ടി തലത്തിൽ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടില്ല. പാർട്ടിയിൽ പറഞ്ഞാൽ മത്സരിക്കും എന്ന് തന്നെ ജോസ് കെ മാണി പറയുന്നുണ്ട്. അപ്പം പാലയാണ് മണ്ഡലം. അപ്പൊ അങ്ങനെ പാലാ മണ്ഡലത്തിൽ ജോസ് കെ മാണി എത്തിയാൽ ജോസ് കെ മാണിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇത്തവണ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്. പിന്നെ മൈക്ക് തട്ടിപ്പറിച്ച് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയരുതെന്ന് തന്നെ ജോസ് കെ മാണി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് വേണ്ട ഇല്ല. അപ്പൊ മാധ്യമങ്ങൾ പലപ്പോഴും പറയുന്നത് അങ്ങനെ മൈക്ക് തട്ടിപ്പറിച്ച് മേടിച്ച് പാർട്ടിയുടെ ഒരു ചുമതല ഏറ്റെടുക്കുന്ന ഒരാളായ റോഷി അഗസ്റ്റിൻ മാറി പാലയിൽ ജോസ് കെ മാണിയെ വെട്ടാനുള്ള ശ്രമം ഇന്ന് വേണ്ട പലതരത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ജോസ് കെ മാണിക്ക് എന്ത് തന്നെയാണെങ്കിലും അവിടെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഒട്ടും മറയ്ക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് പാലായിലെ അല്ലെന്നുണ്ടെങ്കിൽ MP എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരാളാണ് ജോസ് കെ മാണി. ആ MP സ്ഥാനത്തിരുന്നുകൊണ്ട് പാലായിക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പം തന്നെയുമല്ല, ഈ റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ പോലും പറയുന്നതിലൊക്കെ ഒരു കരുത്ത് കാണിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ജോസ് കെ മാണി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഇടപെടാനും അതിനെ സംബന്ധിച്ച് നീക്കങ്ങൾ നടത്താനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. നമുക്കിപ്പം ആ ഭാഗങ്ങളിൽ അതോടൊപ്പം തന്നെ വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ലൊരു ഓളം സൃഷ്ടിച്ചെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നല്ലൊരു ഓളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടങ്ങളിൽ ആ വികസന മുന്നേറ്റ യാത്രയിൽ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ മധ്യമേഖല ക്യാപ്റ്റനാണ് അദ്ദേഹം. അപ്പോൾ ആ രീതിയിലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട പങ്കാളിത്തം വഹിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ജോസ് കെ മാണി ഇന്ന് ഒരു പടി കടന്ന് എനിക്ക് തോന്നുന്നു മാണി സി കാപ്പനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ പറയുന്ന റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ ഒരു വലിയ പിടിവലിയും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് പോവാണ്. അതിൻ്റെ അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാരണമാണ്. എന്തുകൊണ്ടെന്നാൽ ജോസ് കെ മാണി മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ നടന്നു വരികയാണ്. ഇപ്പം ജോസ് കെ മാണി പടച്ചുവിട്ടു. എന്താ വെച്ചാൽ ജോസ് കെ മാണി ഇപ്പൊ UDF വിടാൻ പോവുകയാണെന്നും UDF വിട്ടിട്ട് LDF വിടുകയാണെന്നും ഉടനെ UDF ഒരു അംഗത്വം എടുക്കുകയും തുടർന്ന് പാർട്ടിയെ അതായത് മാണി കോൺഗ്രസിനെ കൊണ്ടുവന്ന് വീണ്ടും UDF കെട്ടിയിടുമെന്ന് അടക്കമുള്ള വലിയൊരു പ്രചാരണം നടക്കുന്നു. അപ്പൊ അതിനെയെല്ലാം തടഞ്ഞ് റോഷി അഗസ്റ്റിനും പിണറായി വിജയനും തമ്മിലുള്ള ഇടപാടുകളാണ്. അപ്പൊ റോഷി അഗസ്റ്റിനോട് പിണറായി വിജയൻ അനുസരിച്ചിട്ടാണ് റോഷി ഈ രീതിയിൽ ഒരു നീക്കം നടത്തി ജോസ് കെ മാണി നിലനിർത്തിക്കൊണ്ട് പോരുന്നതടക്കമുള്ള വ്യാപകമായ ഒരു പ്രചരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം നടക്കുമ്പോഴാണ് റോഷി അഗസ്റ്റിൻ പാലായിൽ അനിഷേധ്യ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെ ജോസ് കെ മാണി പ്രഖ്യാപിക്കുന്നത്. ജോസ് കെ മാണിക്ക് അതാണ് നല്ലത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലായിൽ ഇപ്പം മാണി സി കാപ്പന് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. മാണി സി കാപ്പൻ വരുന്നു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പാലായിൽ എന്ത് വികസനം മാണി സി കാപ്പൻ കൊണ്ടുവന്നു? കുറെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വെച്ചൊന്നും കൊണ്ട് വികസനമാവില്ല. അപ്പൊ അതേസമയം ഇപ്പോഴത്തെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുടർ ഭരണത്തിനുള്ള എല്ലാ സാധ്യതകളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഇത് അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ജനങ്ങളാണെങ്കിൽ തന്നെയും ഇൻ കേസ് UDF തന്നെ ഒരു തുടർഭരണത്തിലുള്ള എല്ലാവിധ സാധ്യതകളും ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒരു തുടർഭരണത്തിലേക്ക് തന്നെ പോകും. ഇനിയും സ്വർണ്ണക്കൊള്ള അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും ഏശുന്നില്ല. സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വരുന്ന വിഷയം രണ്ടിടത്തും പ്രശ്നമുണ്ട്. UDF സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായിട്ടുണ്ട്, ഈ പറയുന്ന LDF പങ്കാളികളായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ LDF സംബന്ധിച്ചിടത്തോളം പത്മകുമാറും N വാസുവും ആണെങ്കിൽ തന്നെയും ഇവരൊന്നും വലിയ നിലയ്ക്കൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന അവർ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന സമയത്താണ്, അതിന്റെ അംഗങ്ങളായിരിക്കുന്ന സമയത്താണ്, പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തുമാണ് അവർ ആ ചെയ്തികൾ ചെയ്തത്. എന്നാൽ അതേസമയം ഇതിലൊന്നും പെടാതെ MP സമയത്ത് ഇപ്പൊ അടൂർ പ്രകാശ്, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ യാതൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ച ഒരാളൊന്നുമില്ല അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശ് ഉണ്ട്. ആന്റോ ആന്റണി ദേവസ്വം ബോർഡുമായിട്ട് ഒരു തരത്തിലും ബന്ധമുള്ള ആളായിരുന്നില്ല ആന്റോ ആന്റണി.
ആന്റോ ആന്റണി പിന്നെ അദ്ദേഹം ഒരു സഭാവിശ്വാസിയാണ്. സഭാവിശ്വാസിയോടൊപ്പം തന്നെ അദ്ദേഹം പിന്നെ പത്തനംതിട്ടയിലെ MP ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ദേവസ്വം ബോർഡുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ദേവസ്വം ബോർഡുമായിട്ടോ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളായിരിക്കുകയോ ദേവസ്വം ബോർഡ് വകുപ്പ് കൈകാര്യം ചെയ്യുകയോ ഒന്നും ഈ പറഞ്ഞ കാലയളവിൽ നിന്നും ഇവർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. പിന്നെ എങ്ങനെയാണ് ഇവര് നിലവിൽ MP-മാരായിരിക്കെ തന്നെ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് സ്വർണ്ണക്കൊള്ളയിൽ പേരുദോഷം ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ്. അജയ് തറയിൽ അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പിന്നെ അംഗമായിരിക്കുന്ന കാലഘട്ടത്തിലാണ്, വയസ്സായിട്ടിരിക്കുന്ന സമയത്താണ് അജയ് തറയിൽ ഈ വിഷയം ഉണ്ടാക്കിയത്. അത് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന VS ശിവകുമാർ മാത്രമാണ്. VS ശിവകുമാർ പിന്നെ ദേവസ്വം ബോർഡ് ഹാൻഡിൽ ചെയ്ത സമയത്ത് ഈ വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പം മന്ത്രിയായിരിക്കുന്ന സമയത്ത് VS ശിവകുമാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ VS ജയകുമാർ എന്ന് പറയുന്ന ഒരാൾ അവിടെ പാത്രം തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തിന്റെ പെൻഷൻ പോലും ഇപ്പൊ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ ഇവരെല്ലാവരും ഇപ്പൊ ഈ കോൺഗ്രസിനേക്കാൾ അല്ലെങ്കിൽ LDF-നേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പൊ UDF-ലാണ് കുറ്റക്കാരായിട്ട് നിൽക്കുന്നത്. അത് മുരാരി ബാബു അടക്കമുള്ള നമ്മൾ നോക്കിയ S ജയശ്രീ, അതുമായിട്ട് ബന്ധപ്പെട്ട് സുധീഷ് കുമാർ, ഇവരെല്ലാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പൊ ശരിക്കും അകപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ. അപ്പം ഇതിന് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇനി അധികം ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ UDF-നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അവരുടെ ഉന്നത നേതാവായ സോണിയാഗാന്ധിയുടെ ചിത്രം വരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒന്നിനെ ഉപയോഗിച്ചുകൊണ്ട് കോട്ടയം അല്ലെ പാലാ പോലെ ഒരു നാട്ടിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ ഇവർക്കൊക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അതുകൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അന്വേഷണമല്ല എല്ലാം ഇവർക്കെതിരെയാണ് വരുന്നത്. അതിൻ്റെ ഇടെ ആന്റോ ആന്റണിക്ക് വേറൊരു സാമ്പത്തിക തട്ടിപ്പ് കേസും കൂടി അദ്ദേഹത്തിന്റെ പേരിലേക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇപ്പം UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരു വലിയ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കലും LDF-നെതിരെ ഒരു പ്രചാരണം അവനവൻ വീണു. അത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു തുടർഭരണം ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ UDF-നെ കൊണ്ട് സാധിക്കില്ല. അതിനൊരു വെപ്രാളം എല്ലായിടത്തും ഉണ്ട്. ഇനിയും വേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വേണ്ട സ്കോപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയിക്കുക എന്നുള്ളതാണ് ഇവർ ഇനി നടത്തേണ്ട UDF-ന് ഭരണം പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും സകല സർവേ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോഴും എല്ലായിടത്തും ഈ പറയുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന തരത്തിൽ സ്വർണ്ണക്കൊള്ള യേശുന്നില്ല, വർഗീയത യേശുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോൾ തുടർഭരണമായി LDF-ന്. അപ്പൊ ഇതൊരു പ്രതിസന്ധിയാണ്. തുടർഭരണത്തിലേക്ക് പോകും. എന്നാൽ സ്വർണ്ണക്കൊള്ള മാത്രമാണോ സർക്കാരിനെ നിലനിർത്താൻ? സ്വർണ്ണക്കൊള്ളയിൽ കുറ്റവാളികളല്ല എന്ന് മാത്രമാണോ? അല്ല. സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ക്ഷേമ പദ്ധതികളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. മലബാർ ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ടായി കഴിഞ്ഞു. അപ്പൊ അത്രയും വന്ന ഒരു നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഇത് ഓപ്റ്റ് ചെയ്യോ, ഇനിയും വെറും വാഗ്ദാനം മാത്രം നൽകി ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പുതിയ യാത്രയിൽ നിന്ന അടി വരെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു മുന്നണിയെ ജനം ഏറ്റെടുക്കുമോ? ഇതാണ് നമ്മളുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിലനിൽക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർഭരണം ഉറപ്പാക്കി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണം പാലായെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ മാണി സി കാപ്പൻ മന്ത്രിയാകുമെന്ന് പാലായിലെ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല. നാളെ KDP എന്ന് പറയുന്ന ഒരു കുഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വന്നു നിൽക്കുന്ന പിന്നെ മാണി സി കാപ്പൻ, ഈ മാണി സി കാപ്പൻ നാളെ UDF എങ്ങാനും അധികാരത്തിൽ കയറി UDF-ന്റെ ഒരു മന്ത്രിയാകുമോ എന്ന് ചോദിച്ചാൽ പാലക്കാർക്ക് ഇപ്പോഴും കൈമലർത്തി കാണിക്കാനേ പറ്റും. ഞങ്ങൾക്കറിയില്ല, ഭരണം കിട്ടുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ MLA ആയിട്ട് വരുന്ന ഒരാള് മന്ത്രിയാകും എന്ന് എങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ കഴിയും എന്ന് ജനം തിരിച്ചു ചോദിക്കും. ജനത്തിന് പിന്നെ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് പിന്നെ നമ്മുടെ ജോസ് കെ മാണിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവർക്കൊരു മന്ത്രിയില്ല. പാലാ നിയോജക മണ്ഡലത്തിന്റെ ഒരു മന്ത്രിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കെന്ന് എടുത്ത് നോക്കൂ. മന്ത്രി ആയിട്ടുണ്ടോ? ഇല്ല. അപ്പം കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു മന്ത്രി ഇല്ലാതിരിക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിന് ഇനി ആവശ്യം എന്തുവാ? ഇനിയും വേണ്ടതൊരു മന്ത്രിയാണെന്നേ. അപ്പൊ തുടർഭരണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോസ് കെ മാണിക്ക് വിജയം ഉണ്ടാവും, ഒരു മന്ത്രി ഉണ്ടാവും. തുടർഭരണം ഉണ്ടായാലും ഇല്ലെങ്കിലും ജോസ് കെ മാണിയെ വിജയിപ്പിക്കാനേ ആൾക്കാർ ശ്രമിക്കൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അതുവരെ മാണി സാറുള്ള കാലഘട്ടം മുഴുവൻ മാണി സാറ് മന്ത്രിയായിരുന്നു. മാണി സാർ അവിടെ നിൽക്കുന്ന അത്രയും കാലം വേണ്ട 50 വർഷക്കാലത്തിന് മുകളിൽ പിന്നെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവാണ് പിന്നെ ജോസ് കെ മാണി. അപ്പൊ മാണി സാർ ഈ നിന്ന കാലഘട്ടങ്ങളിലെല്ലാം മാണി സാറ് പാലായിലെ ഒരു മന്ത്രിയായിരുന്നു. അതാണ് അതിന്റെ ഒരു വ്യത്യാസത. ഇപ്പൊ ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി MLA ആയി കഴിഞ്ഞ് കുറച്ച് 5 വർഷം ഇല്ല, കുറച്ചു കാലം അദ്ദേഹം MLA ആയിരുന്നല്ലോ. പക്ഷെ അതിനു മുൻപ് പിന്നെ നമ്മള് KM മാണിയെ പരിശോധിച്ച് നോക്കൂ.
കെ.എം. മാണി ഇരുന്ന കാലഘട്ടങ്ങളിലെല്ലാം മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന 10 വർഷക്കാലമായി മന്ത്രി ഇല്ലാതിരിക്കുന്ന ഒരു മണ്ഡലം, അത് മന്ത്രിയെ സ്ഥിരമായി മന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ 10 വർഷമായിട്ട് മന്ത്രിയില്ല. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കില്ലേ? ജോസ് കെ മാണിയെ പോലെ ഒരാള്, ജോസ് കെ മാണി വേറെ ആരുമല്ല, മാണി പിന്നെ കെ.എം. മാണി സാറിന്റെ മകൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കും, ഞങ്ങൾക്ക് വേണ്ടത് മന്ത്രിയാണ്, അപ്പൊ മന്ത്രിക്ക് വേണ്ടി പിന്നെ കാര്യങ്ങൾ ചെയ്യും. അത് പിന്നെ ഇൻ കേസ് മാണി സി കാപ്പൻ ജയിച്ചു, ഇൻ കേസ് UDF ജയിച്ചു, അധികാരത്തിൽ കയറി എന്നിരിക്കട്ടെ, ജോസ് കെ മാണിക്ക് LDF-നകത്തുള്ള പ്രാധാന്യം KDP പാർട്ടിയുള്ള ഇയാൾക്കില്ല, നമ്മുടെ മാണി സി കാപ്പൻ ഇല്ല. മനസ്സിലായില്ലേ? ജോസ് കെ മാണിക്ക് ഇപ്പൊ LDF-ൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. രണ്ടാമത്തെ കക്ഷിയാണ്, രണ്ടാമത്തെ ഘടകകക്ഷിയാണ്. CPI കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വരുന്നത് പിന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിക്കാണ്. ഇത്രയേറെ പ്രാധാന്യം ജോസ് കെ മാണിക്ക് അവിടെ പോയാൽ കിട്ടില്ല. ലീഗും കഴിഞ്ഞ് പിന്നെ ജോസഫും കഴിഞ്ഞിട്ടേ മാണിക്ക് പ്രാധാന്യം കിട്ടുള്ളൂ, ജോസ് കെ മാണിക്ക് പ്രാധാന്യം കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയല്ല, പിന്നെ CPI കഴിഞ്ഞാൽ അടുത്ത ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്സാ. അപ്പൊ അങ്ങനെ അത്രയും പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയില് ജോസ് കെ മാണിക്ക് എന്തായിരുന്നാലും ഒരു അവസരം കിട്ടുമല്ലോ, മന്ത്രിയായിട്ട് അവസരം കിട്ടും. എന്നാൽ അപ്പുറത്ത് UDF-ലേക്ക് വന്നു കഴിഞ്ഞാലോ, UDF-ലേക്കാണ് പിന്നെ മാണി സി കാപ്പനെയാണ് ജയിപ്പിച്ചു വിടുന്നതെങ്കിൽ പാലക്കാർക്ക് ഉണ്ടാകുന്ന ദോഷം എന്താ? ഈ UDF-നകത്ത് മുസ്ലിം ലീഗ് കഴിയണം, ജോസഫിന്റെ ഗ്രൂപ്പ് കഴിയണം, RSP കഴിയണം, CMB കഴിയണം, RMB കഴിയണം, പിന്നെ വരണം. അപ്പൊ എത്രാമത്തെ പാർട്ടിയായെന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെ, ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ KDP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അവിടെ അവസരമുള്ളൂ. അപ്പൊ വോയിസ് ഇല്ല, എന്നിട്ടേ ഒരു മന്ത്രിയായിട്ട് വേണമെങ്കിലേ പരിഗണിക്കാൻ കഴിയൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. മാണി സി കാപ്പനെ വിജയിപ്പിക്കാൻ വിജയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവിടെയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയല്ല വലിയ മുന്നേറ്റം നടത്തുന്നുണ്ടെന്ന് നമ്മൾ കാണുന്ന പോലൊന്നുമല്ല. പാലാ മണ്ഡലത്തില് വിശേഷിച്ച് ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ തന്നെ ജോസ് കെ മാണി വലിയ രീതിയിൽ ഈ പറയുന്ന വികസന മുന്നേറ്റ ജാഥ അവിടെ നടത്താനും പലയിടങ്ങളിൽ അതിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുള്ള സ്വീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിലും സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ നാളെ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് അതാണ്. നാളെ വീണ്ടും LDF അധികാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. പലരും പറയുന്നത് ഇവിടെ പട്ടിണി അതിദാരിദ്ര്യം ഇല്ലാതാക്കി കഴിയുമ്പോൾ CPM-ന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു. എങ്ങനെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു? കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറയുന്ന പോലെ CPM പാവങ്ങളുടെ പാർട്ടിയാണ്, ശരി തന്നെയാണ്. എന്നാൽ പാവങ്ങൾ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല CPM, അല്ലെങ്കിൽ ഇടത് പാർട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. പാവങ്ങളുടെ പാർട്ടി തന്നെയാണ്. പക്ഷേ എന്നും കൊന്നും ജനങ്ങൾ പാവങ്ങളായിട്ടിരിക്കണോ? അതൊരു ചോദ്യമല്ലേ. എന്നും കൊന്നും അങ്ങനെ ജനങ്ങളെ പാവങ്ങളായിട്ട് എല്ലാ കാലത്തും ഇരുത്തുന്ന പാർട്ടിയല്ല. അതിനല്ല, അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ലക്ഷത്തിലോളം വീടുകൾ വെച്ചു കഴിഞ്ഞു. അപ്പം ഈ 5 ലക്ഷം വീടുകൾ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പാവങ്ങളായിട്ട് കാണാനാണെങ്കിൽ വീട് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു മതിൽ കെട്ടി ചേരി തിരിച്ചാൽ മതി. പണ്ട് നരേന്ദ്രമോദി ഇതുപോലെ ചെയ്താൽ മതി. ചേരികൾക്ക് ഇപ്പുറത്ത് വലിയൊരു വൻമതിൽ കെട്ടിയാൽ മതി, പ്രശ്നം കഴിയും. പുറത്തുള്ള ആരും കോളനിവൽക്കരണം ആരും അറിയാനും പോകുന്നില്ല ഈ സംഭവം. പക്ഷെ സർക്കാർ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നു. ആ വീട് വെച്ചു കൊടുത്ത് 1 ലക്ഷം കോടി രൂപയുടെ വികസനം നമ്മുടെ സംസ്ഥാനത്ത് കിഫ്ബി ഉപയോഗിച്ച് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. പാലങ്ങൾ വന്നു, റോഡുകൾ വന്നു. ശരിക്കും ഒരു നാട്ടിൽ അങ്ങനെയല്ലേ വികസനം വരേണ്ടത്? ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ പറയുന്ന പോലെ നമ്മുടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പൊ എല്ലാവരും തെറ്റിദ്ധരിച്ച എന്താ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിദരിദ്രന്മാരാണ് ഇല്ലാതായത്, ദാരിദ്ര്യമല്ല. ഇനി അടുത്ത പദ്ധതിയാണ് സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. എന്താണ് അതിദരിദ്രെന്നും ദരിദ്രരെന്നും പറയുന്ന 2 വിഭാഗങ്ങൾ. അതിദരിദ്രം എന്ന് പറഞ്ഞാൽ സ്വന്തമായി കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്തവരുണ്ട്, റേഷൻ കാർഡ് ഇല്ലാത്തവർ. എന്ന് വെച്ചാൽ അവര് കേരളത്തിലെ പൗരന്മാരാണെന്നോ അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു രേഖകളും ഇല്ലാത്ത ആൾക്കാർ. അവരിലേക്ക് ആ രേഖകൾ എത്തിച്ചുകൊണ്ട് അവർക്ക് പിന്നെ കടയിൽ നിന്ന് റേഷൻ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ട് സർക്കാർ ചെയ്തു വെച്ചത്. അപ്പൊ ഇതല്ലേ ചെയ്തു കൊടുക്കേണ്ടത്? അപ്പൊ പാവങ്ങളുടെ പാർട്ടി പിന്നെ ഇന്ന് അവകാശപ്പെടാൻ പറ്റില്ല. പാവങ്ങളുടെ പാർട്ടി തന്നെയാണ് ഇന്ന് ഇടതുപക്ഷം. ആ പാവങ്ങളുടെ പാർട്ടി പാവങ്ങളെ പാവത്തത്തിൽ നിന്ന് മാറ്റിയെടുത്ത് അവരെ ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ആ രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ സർക്കാർ വിജയിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും പിന്നെ മറ്റ് ഏത് മേഖല, പൊതുമരാമത്താണെങ്കിലും ടൂറിസം ആണെങ്കിലും ഏത് മേഖല നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചാലും കേരളം 2016 കണ്ടതിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യം പാലയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഈ ജോസ് കെ മാണിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജോസ് കെ മാണിയുടെ വിജയം തന്നെയാണെന്നേ.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരാൾ ഉറപ്പായിട്ടും പാലയിൽ നിന്നുകൊണ്ട് മത്സരത്തെ നേരിട്ടാൽ മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരാളെ അവിടുന്ന് പടിയടച്ച് പിണ്ണം വയ്ക്കാൻ സാധിക്കും ശക്തമായ രീതിയിൽ. ഇനിയിപ്പം അവിടെ ഷോൺ ജോർജ് മത്സരിക്കുന്നു എന്ന് പറയുന്നു. ഷോൺ ജോർജിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലെന്നേ അവിടെ ജോസ് കെ മാണിയെ. അത്രത്തോളം വികസനത്തിന്റെ ഒരു വികസനം അവിടേക്ക് കൊണ്ട് എത്തിക്കാൻ ഈ പറയുന്ന MP ഫണ്ട് വരെ ഉപയോഗിച്ചുകൊണ്ട് ജോസ് കെ മാണി അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തി കഴിഞ്ഞു. ഇനി അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ജോസ് കെ മാണി ചെയ്യേണ്ടത്. പിന്നെ തന്നെയല്ല, സർക്കാരിലേക്ക് ജോസ് കെ മാണി എന്ത് പറഞ്ഞാലും സർക്കാർ അനുസരിക്കുകയും ചെയ്യും. എന്നാൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ, രണ്ടാമത്തെ ഘടകകക്ഷിയായി മാറിയില്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പൊ ഈ രീതിയിലൊക്കെ ജോസ് കെ മാണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പാലയിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാണി സി കാപ്പനെ പോലെ ഒരു നേതാവിനെ അടുത്ത തവണ, അദ്ദേഹം വലിയ വോളിബോൾ താരമായിരിക്കും, കാര്യമൊക്കെ ശരി തന്നെ, അദ്ദേഹത്തെ മലർത്തിയടിക്കാൻ തീർച്ചയായിട്ടും പിന്നെ ജോസ് കെ മാണിക്ക് കഴിയുകയും ചെയ്യും. പഴയ ഒരു പ്രതാപത്തിലേക്ക് ഈ പാല എന്ന് പറയുന്ന മണ്ഡലം മാറും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.